തിങ്കളാഴ്ച വത്തിക്കാനിൽ നടന്ന പ്രധാന വാർത്താവിശേഷങ്ങളുമായി വത്തിക്കാൻ റിപ്പോർട്ട്. ഏവർക്കും സ്വാഗതം. ദൈവവിളികൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് ഫ്രാൻസിസ് പാപ്പ. ദൈവവിളികൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമെന്ന ഓർമ്മപ്പെടുത്തലുമായി ഫ്രാൻസിസ് പാപ്പ ജൂലൈ 15-ാം തീയതി തിങ്കളാഴ്ച വിവിധ സഭാ സമൂഹങ്ങൾക്ക് നൽകിയ കൂടിക്കാഴ്ച വേളയിലാണ് ഫ്രാൻസിസ് പാപ്പ ദൈവവിളിയുടെ പ്രാധാന്യത്തെ എടുത്തു പറയുകയും ദൈവവിളികൾ വർദ്ധിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്തത്. ക്രിസ്തുവിന്റെ സൗന്ദര്യം ലോകത്തിൽ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെടുന്ന സന്യസ്തരുടെ ജീവിതത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് പാപ്പ തന്റെ സന്ദേശം ആരംഭിച്ചത്. L'amore di Dio è semplice e la sua bellezza è semplice, non è una bellezza sofisticata. Chiedete anche voi al Signore di essere semplici. ആമുഖത്തിൽ ഓരോ സഭയിലും ഇപ്പോഴുള്ള ദൈവവിളികളുടെ എണ്ണത്തെപ്പറ്റി ഫ്രാൻസിസ് പാപ്പ ചോദിച്ചു. ദൈവവിളികളുടെ എണ്ണത്തിൽ ഉണ്ടായിരിക്കുന്ന ഗണ്യമായ കുറവിനെ പാപ്പ എടുത്തു കാണിച്ചു. ഇന്ന് ഓരോ സന്യാസ സമൂഹങ്ങളിലും വ്യക്തികളുടെ പൗരത്വം കൂടുതലായി ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ സഭയുടെ ഭാവി ഈ സ്ഥലങ്ങളിലായിരിക്കുമെന്നും പാപ്പ അടിവരയിട്ട് പറഞ്ഞു. വ്യത്യസ്ത സാഹചര്യങ്ങളിലും കാലങ്ങളിലും സന്യസ്ത സഹോദരങ്ങൾ നടത്തുന്ന വിവിധ പ്രവർത്തനങ്ങൾ ദൈവിക മുഖത്തിന്റെ കൃപാപ്രകാശത്തിന്റെ സൗന്ദര്യം വെളിപ്പെടുത്തുന്ന അനുഭവങ്ങളാണെന്നും പാപ്പ അനുസ്മരിച്ചു. ഈ സൗന്ദര്യത്തിന്റെ സവിശേഷതകൾ ഗ്രഹിക്കാനും കാലത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് വ്യത്യസ്ത രീതികളിൽ പ്രതികരിക്കാനും പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ സന്യാസ സമൂഹങ്ങളുടെ സ്ഥാപകർക്ക് സാധിച്ചുവെന്നത് ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണെന്നും പരിശുദ്ധ പിതാവ് ചൂണ്ടിക്കാണിച്ചു. ചരിത്രത്തിൽ ഇവർ കണ്ടെത്തിയ ക്രിസ്തുവിന്റെ സൗന്ദര്യം തേടുകയും വിതയ്ക്കുകയും ചെയ്യുക എന്നതാണ് ഓരോ സന്യാസിയുടെയും കടമയെന്നും പാപ്പ സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചിരുന്നു. Personalmente è anche semplice nelle dinamiche sinodali del cammino comune, spogliandovi di tutto ciò che non serve o che può ostacolare l'ascolto e la concordia nei vostri processi di discernimento. അമിതമായവ നിങ്ങളെ അടിമകളാക്കും. മുന്നറിയിപ്പുമായി ഫ്രാൻസിസ് പാപ്പ. അമിതമായവ നിങ്ങളെ അടിമകളാക്കുമെന്ന മുന്നറിയിപ്പ് നൽകി ഫ്രാൻസിസ് പാപ്പ. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടന്ന ആഞ്ചലസ് പ്രാർത്ഥനയുടെ അവസരത്തിലാണ് പാപ്പ വിശ്വാസികളെ ഇപ്രകാരം ഓർമ്മിപ്പിച്ചത്. ഈശോ ശിഷ്യന്മാരെ സുവിശേഷം പ്രസംഗിക്കാൻ അയക്കുമ്പോൾ ആവശ്യമുള്ളത് മാത്രം കയ്യിൽ കരുതാൻ പറയുന്നു. വസ്തുക്കളുടെ ഉപയോഗത്തിൽ എങ്ങനെ സംയമനം പാലിക്കണമെന്ന് അറിയുക. വിഭവങ്ങൾ, കഴിവുകൾ, സമ്മാനങ്ങൾ എന്നിവ പങ്കുവെക്കുക. സ്വതന്ത്രമായിരിക്കാൻ അമിതമായത് കൂടാതെ പ്രവർത്തിക്കുക എന്നിവ ഈ നിർദ്ദേശത്തിൽ ഉൾപ്പെടുന്നുവെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശദീകരിച്ചു. Saper essere sobri nell'uso delle cose, condividendo le risorse, le capacità, i doni e facendo meno il superfluo. Perché? Per essere liberi. Il superfluo ti fa schiavo. E anche perché tutti abbiano ciò che serve a vivere in modo dignitoso e a contribuire attivamente alla missione. E poi essere sobri nei pensieri, essere sobri nei sentimenti, abbandonando i preconcetti, abbandonando le rigidità che come bagagli inutili appesantiscono e intralciano il cammino, favorendo invece il confronto, l'ascolto e rendere così più efficace la testimonianza. Pensiamo ad esempio cosa succede nelle nostre famiglie e andare d'accordo, condividendo quello che c'è, rinunciando tutti a qualcosa e sostenendosi a vicenda. ആവശ്യമുള്ളതുകൊണ്ട് മാത്രം തൃപ്തി അടയുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലോ സമൂഹത്തിലോ എന്താണ് സംഭവിക്കുന്നത്? കുറച്ച് മാത്രമാണുള്ളതെങ്കിലും ഉള്ളത് പങ്കുവെച്ചുകൊണ്ടും എല്ലാവരും എന്തെങ്കിലുമൊക്കെ വർജിച്ചുകൊണ്ടും
പരസ്പരം താങ്ങായിക്കൊണ്ടും ദൈവസഹായത്താൽ മുന്നോട്ടു പോകാനും ഒരുമയിൽ നീങ്ങാനും കഴിയുന്നു. ഇത് തന്നെ ഒരു പ്രേക്ഷിത വിളംബരമാണ്. അത് വാക്കുകളേക്കാൾ മുന്നിലാണ്. കാരണം അത് പ്രായോഗിക ജീവിതത്തിൽ യേശുവിന്റെ സന്ദേശത്തിന്റെ മനോഹാരിതയെ പൂർണ്ണമാക്കുന്നു. ഈ രീതിയിൽ ജീവിക്കുന്ന ഒരു കുടുംബമല്ലെങ്കിൽ സമൂഹം അതിനു ചുറ്റും വാസ്തവത്തിൽ സ്നേഹത്താൽ സമ്പന്നമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. അതിൽ വിശ്വാസത്തിലേക്കും സുവിശേഷത്തിന്റെ പുതുമയിലേക്കും തുറക്കാൻ എളുപ്പമാണ്. അതിൽ നാം ഉപരി മെച്ചപ്പെട്ടവരായിരിക്കാൻ ആരംഭിക്കുകയും കൂടുതൽ ശാന്തരായിരിക്കാൻ തുടങ്ങുകയുമാണ്. നിങ്ങൾ ചിന്തകളിലും വികാരങ്ങളിലും ശാന്തരായിരിക്കുക. അവരുടെ ഭാഗിക ദർശനങ്ങളും മുൻവിധികളും കാഠിന്യവും ഉപേക്ഷിക്കുക. നമ്മുടെ പാതയെ തടസ്സപ്പെടുത്തുന്ന ഉപയോഗശൂന്യമായ കാര്യങ്ങളെ ഉപേക്ഷിക്കുകയും ഭാരം ലഘൂകരിക്കുകയും ചെയ്യുക. അപ്പോൾ അല്പമേ ഉള്ളൂ എങ്കിലും ദൈവത്തിന്റെ സഹായത്താൽ നമുക്ക് മുന്നോട്ടു പോകാനും ഒത്തുചേരാനും ഉള്ളത് പങ്കിടാനും കഴിയുമെന്നും പാപ്പ പറഞ്ഞു. E questo è già un annuncio missionario, prima e più ancora delle parole, perché incarna la bellezza del messaggio di Gesù nella concretezza della vita. Una famiglia, una comunità che vivono in questo mondo, infatti creano attorno a sé un ambiente ricco di amore, in cui è più facile aprirsi alla fede e alla novità del Vangelo e da cui si riparte migliori, si riparte più sereni. Se al contrario ognuno va per conto suo, se ciò che conta sono solo le cose che non bastano mai, se non ci si ascolta, si prevalgono l'individualismo, l'invidia, ma l'invidia è una cosa mortale, è un veleno. Si prevalgono l'individualismo, l'invidia, l'area si fa pesante, la vita difficile e gli incontri diventano più occasione di inquietudine, di tristezza e di scoraggiamento che occasione di gioia. കുട്ടികളുടെ വേനൽക്കാല ക്യാമ്പിൽ അതിഥിയായി ഫ്രാൻസിസ് പാപ്പ. വത്തിക്കാന്റെ വിവിധ ഓഫീസുകളിൽ സേവനമനുഷ്ഠിക്കുന്ന ആശ്രിതരുടെ മക്കൾക്കായി ഒരുക്കിയ കുട്ടികളുടെ വേനൽക്കാല ക്യാമ്പിൽ ഫ്രാൻസിസ് പാപ്പ എത്തി. സംഘാടകർക്കും കുട്ടികൾക്കും ഏതാനും രക്ഷകർത്താക്കൾക്കുമൊപ്പം പ്രാർത്ഥിച്ചും സംവദിച്ചും സമയം ചെലവഴിച്ച പാപ്പ തന്റെ ബാല്യകാല സ്മരണകൾ പങ്കുവെക്കുകയും ചെയ്തു. കുട്ടികളുടെ വേനൽക്കാലം എന്ന പേരിലാണ് പരിപാടി നടന്നത്. സഹോദരങ്ങൾ തമ്മിലും കുടുംബത്തിലും വഴക്കുകൾ ഉണ്ടാകുമ്പോൾ അവ കഴിയുന്നതും വേഗം അവസാനിപ്പിക്കണമെന്നും ഒരിക്കലും സംഘർഷ മനോഭാവത്തോടെ ഉറങ്ങാൻ പോകരുതെന്നും പാപ്പ കുട്ടികളെ ഉദ്ബോധിപ്പിച്ചു. Alcuni di voi siete stati bambini prima, adesso siete collaboratori e aiutate a questo. Le vacanze con i nonni, era molto bello. Io ho avuto la fortuna e grazia di averli fino a 16 anni, tutti 4 nonni. വെള്ളത്തിന്റെ അവസാനത്തിൽ ക്യാമ്പിൽ സംബന്ധിച്ച എല്ലാ കുട്ടികൾക്കുമൊപ്പം പ്രാർത്ഥനയിൽ പങ്കെടുത്ത ഫ്രാൻസിസ് പാപ്പ അവർക്കൊപ്പം വിവിധ വർണ്ണങ്ങളിലുള്ള ആഗോള വയോജന ദിനത്തിൽ പൂർണ്ണ ദണ്ഡവിമോചനത്തിനുള്ള അവസരമൊരുക്കി കത്തോലിക്ക സഭ. നാലാമത് ആഗോള വയോജന ദിനത്തിൽ പൂർണ്ണ ദണ്ഡവിമോചനത്തിനുള്ള സാധ്യതയൊരുക്കി കത്തോലിക്ക സഭ. ജൂലൈ 28-നാണ് ആഗോള വയോജന ദിനം സഭ ആചരിക്കുന്നത്. സഭ നിർദ്ദേശിക്കുന്ന ഭക്തകൃത്യങ്ങൾ നിറവേറ്റിയാൽ ഈ വർഷവും പരിപൂർണ ദണ്ഡവിമോചനം നേടാൻ അനുവദിക്കുന്നതായി കർദിനാൾ ആഞ്ചലോ ഡൊണാത്തിസ് ഉത്തരവ് പുറപ്പെടുവിച്ചു. കുടുംബങ്ങൾക്കും ജീവനും വേണ്ടിയുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററിയുടെ അധ്യക്ഷൻ കർദിനാൾ കെവിൻ ജോസഫ് ഫാരൽ മുന്നോട്ട് വെച്ച അഭ്യർത്ഥന കണക്കിലെടുത്താണ് ഇത്തരമൊരു ഡിക്രി കർദിനാൾ ഡൊണാത്തിസ് നൽകിയത്. ഫ്രാൻസിസ് പാപ്പ അപ്പസ്തോലിക പെനിറ്റൻഷ്യറിക്ക് അനുവദിച്ചിരിക്കുന്ന അവകാശങ്ങൾ ഉപയോഗിച്ച് സഭാമക്കളുടെ വിശ്വാസം വളർത്തുന്നതിനും ആത്മാക്കളുടെ രക്ഷ ഉറപ്പുവരുത്തുന്നതിനുമായാണ് പരിപൂർണ ദണ്ഡവിമോചനം നേടാനുള്ള ഇത്തരമൊരു സാധ്യത മുന്നോട്ട് വെക്കുന്നതെന്ന് ഡിക്രിയിൽ കർദിനാൾ ഡൊണാത്തിസ് വ്യക്തമാക്കി. കുംഭസാരം, വിശുദ്ധ കുർബാന സ്വീകരണം, പരിശുദ്ധ പിതാവിന്റെ നിയോഗങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്നീ 3 നിബന്ധനകൾ പരിപൂർണ ദണ്ഡവിമോചനം നേടുന്നതിലേക്കായി
പൂർത്തിയാക്കുന്നവർക്കാണ് ഈ ഒരു ആനുകൂല്യം സഭ നൽകുന്നത്. വയോധികരും രോഗികളോ തനിയെ കഴിയുന്നവരോ അംഗവൈകല്യങ്ങൾ ഉള്ളവരോ ആയ സഹോദരങ്ങളെ സന്ദർശിക്കാനായി മതിയായ സമയം ചിലവഴിക്കുന്ന വിശ്വാസികൾക്കും പരിപൂർണ ദണ്ഡവിമോചനം അനുവദിക്കുന്നുവെന്ന് കർദിനാൾ ഡൊണാറ്റിസ് തന്റെ ഉത്തരവിൽ എഴുതി. വാർത്താമാധ്യമങ്ങളിലൂടെ ഈ ആഗോള ദിനവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ ആധ്യാത്മികമായി പങ്കെടുക്കുകയും കാരുണ്യവാനായ ദൈവത്തിന് തങ്ങളുടെ പ്രാർത്ഥനകളും ജീവിതത്തിലെ വേദനകളും സഹനങ്ങളും സമർപ്പിക്കുകയും അതോടൊപ്പം പാപത്തിൽ നിന്ന് അകന്നു ജീവിക്കുകയും ദണ്ഡവിമോചനത്തിനായുള്ള 3 നിബന്ധനകളും കഴിയുന്നത് വേഗം നടത്താമെന്ന ഉദ്ദേശത്തോടെ ഇത്തരമൊരു വിമോചനത്തിനായി ആഗ്രഹിക്കുകയും ചെയ്യുന്ന രോഗികളായ വയോധികർക്കും അവരെ പരിപാലിക്കുന്നവർക്കും വീടുകളിൽ നിന്ന് ഗുരുതരമായ കാരണങ്ങളാൽ പുറത്തിറങ്ങാൻ സാധിക്കാത്തവർക്കും പൂർണ്ണ ദണ്ഡവിമോചനം ലഭ്യമാക്കുമെന്നും സഭാ കോടതി വ്യക്തമാക്കി. ഒളിമ്പിക്സ് സഹോദര ഐക്യം ഊട്ടിയുറപ്പിക്കാനുള്ള ഒരു അവസരമാകട്ടെ എന്ന് ഫ്രാൻസിസ് പാപ്പ. ജൂലൈ 26 മുതൽ ആഗസ്റ്റ് 11 വരെ പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സ് മത്സരങ്ങളുടെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി ജൂലൈ 19 പാരീസിലെ ദേവാലയത്തിൽ ഫ്രാൻസിലെ വത്തിക്കാൻ പ്രതിനിധി ആർച്ച് ബിഷപ്പ് ചെലസ്റ്റിനോ മില്ലോറയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ ബലിയർപ്പിച്ചു. നിരവധി മെത്രാന്മാരും വൈദികരും സഹകാർമ്മികത്വം വഹിച്ചു. ഒളിമ്പിക്സ് മത്സരങ്ങളുടെ സംഘാടക സമിതി അംഗങ്ങളും നയതന്ത്ര പ്രതിനിധികളും വിശുദ്ധ ബലിയിൽ പങ്കെടുത്തു. തദവസരത്തിൽ ഫ്രാൻസിസ് പാപ്പ നൽകിയ സന്ദേശവും വായിക്കപ്പെട്ടു. സന്ദേശത്തിൽ ആസന്നമാകുന്ന ഒളിമ്പിക്സ് മത്സരങ്ങൾ സാഹോദര്യത്തിന്റെ സന്ദേശം ലോകത്തിന് പകരാനാകട്ടെ എന്നും പാപ്പ ആശംസിച്ചു. Doy cita a los jóvenes de todo el mundo para el 2025 en Roma para celebrar juntos el jubileo de los jóvenes. മത്സരത്തിൽ പങ്കെടുക്കാനായി വിവിധ ഇടങ്ങളിൽ നിന്നും എത്തുന്നവർക്ക് വേണ്ടി ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ വാതിലുകൾ തുറക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്കായി ഹൃദയവാതിലുകളും തുറന്നു കൊടുക്കണമെന്ന് പാപ്പ അഭ്യർത്ഥിച്ചു. ദുർബലരെയും സഹായം ആവശ്യമുള്ളവരെയും ചേർത്ത് നിർത്തുന്ന സമൂഹം അഭിനന്ദനം അർഹിക്കുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. അഭിപ്രായ വ്യത്യാസങ്ങൾക്കും എതിർപ്പുകൾക്കും അതീതമായി രാജ്യത്തിന്റെ ഐക്യം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു അവസരമാണ് ഈ ഒളിമ്പിക്സ് മത്സര ദിനങ്ങൾ. ഭാഷകൾ, വംശങ്ങൾ, ദേശീയതകൾ, മതങ്ങൾ എന്നിവയ്ക്ക് അതീതമായ ഒരു സാർവത്രിക ഭാഷയാണ് കായികമെന്നും പാപ്പ അടിവരയിട്ട് പറഞ്ഞു. അതിനാൽ സ്വയം മെച്ചപ്പെടുത്തുന്നതിനും ത്യാഗമനോഭാവത്തെ വളർത്തുന്നതിനും സ്വന്തം പരിമിതികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ മൂല്യം തിരിച്ചറിയാനും പരസ്പര ബന്ധങ്ങളിലുള്ള വിശ്വസ്തത ഊട്ടിയുറപ്പിക്കാനും ഈ മത്സരാവസരം ഇടയാക്കണമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു. ശത്രുതയുള്ളവർ പോലും തമ്മിൽ അസാധാരണമാമിതം കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കുന്ന വേദിയാണ് മത്സരയിടങ്ങൾ. അതിനാൽ എല്ലാ മുൻവിധികളും ഒഴിവാക്കിക്കൊണ്ട് പരസ്പര ബഹുമാനവും സൗഹൃദവും വളർത്താനുള്ള ഒരു അവസരമായി ഈ ഒളിമ്പിക്സ് മാറട്ടെയെന്നും പാപ്പ സന്ദേശത്തിൽ എടുത്തു പറഞ്ഞു. ട്രംപിന് നേരെ നടന്ന കൊലപാതക ശ്രമത്തെ അപലപിച്ച് വത്തിക്കാൻ. മുൻ പ്രസിഡന്റും ഇത്തവണത്തെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിന് നേരെ നടന്ന കൊലപാതക ശ്രമത്തെ അപലപിച്ച് വത്തിക്കാൻ. ജനങ്ങളെയും ജനാധിപത്യത്തെയും വ്രണപ്പെടുത്തുകയും ദുരിതമുണ്ടാക്കുകയും ചെയ്യുന്ന അക്രമ സംഭവങ്ങളിൽ വത്തിക്കാൻ ഉത്കണ്ഠ പ്രകടിപ്പിക്കുകയാണെന്ന് പ്രസ്താവനയിൽ പറയുന്നു. അമേരിക്കയ്ക്കും ഇരകൾക്കും വേണ്ടിയുള്ള US ബിഷപ്പുമാരുടെ പ്രാർത്ഥനയിൽ ചേരുകയാണെന്നും അക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ വത്തിക്കാൻ. ഇതോടെ ഈ ആഴ്ചയിലെ വത്തിക്കാൻ റിപ്പോർട്ട് പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച പുതിയ എപ്പിസോഡുമായി വീണ്ടും കാണാം. നന്ദി.